ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രോഗ്രാമിംഗ് അറീന. അപ്പോൾ ഇന്നലെ നമ്മൾ ലൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു വിൻഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഒരു പോയിൻ്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലേക്ക് ആ ഒരു ഡിഫറെൻ്റ് അൽഗോരിതം അല്ലെങ്കിൽ ലൈൻ ഡ്രോയിങ് അൽഗോരിതം അല്ലെങ്കിൽ സർക്കുലർ ഡ്രോയിങ് അൽഗോരിതത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയുടെ ജസ്റ്റ് നമുക്കൊന്ന് ഒരു മേക്ക് ഓവർ OpenGL നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡ്രോ എ ലൈൻ ആൻഡ് എ റെക്റ്റാങ്കിൾ ഇൻ OpenGL. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കോഡ് തന്നെ യൂസ് ചെയ്യുന്നു, ഡ്രോ ലൈൻ. ആൻഡ് ഐ ഹോപ്പ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് എന്താണ് ദ ഫ്രഷ് 2D അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്യാണ്, അതായത് വാല്യൂസ് നമ്മൾ തന്നെ കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് യൂസറിൻ്റെ അടുത്ത് നിന്നൊരു വാല്യൂ മേടിച്ചൊരു ലൈൻ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കുക. വേറെ വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമ്മൾ ഈ കോഡിനകത്ത് വരുത്തുന്നുള്ളൂ. നമ്മുടെ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഐഡിയൽ ഫംഗ്ഷൻ ഡ്രോ തന്നെ ആക്കാണ്. ഞാൻ ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ട് ലാംഡ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മൾ വേറെ എവിടെയും ചേഞ്ച് വരുത്താൻ പോകുന്നില്ല. ലൈക്ക് ഈ ഡ്രോ ഫംഗ്ഷനും ആൻഡ് പ്ലോട്ട് പോയിന്റിനകത്ത് മാത്രമേ നമ്മൾ ചേഞ്ചസ് വരുത്താറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പ്ലോട്ട് പോയിന്റ് മാറ്റിയിട്ട് പ്ലോട്ട് ലൈൻ ആക്കുന്നു. പ്ലോട്ട് ലൈൻ, അതിനകത്തേക്ക് എക്സും വൈയും നമുക്ക് വേണ്ട. ഞാനിപ്പോൾ 0 to 100 വരെയുള്ള ഒരു ലൈൻ, 100 എന്ന് പറയുന്ന ആ കോർഡിനേറ്റ്സിലേക്കുള്ള ലൈനാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 0 ആൻഡ് GL ആൻഡ് അടുത്ത പോയിന്റിന് വേണ്ടിയിട്ട് GL വെർട്ടെക്സ് 2F 100. സോ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. Python 3 main.py. there is some mistake, ലൈക്ക് നമുക്ക് എററാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. റിക്വയർഡ് ആൻ ആർഗ്യുമെന്റ് x and y. ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. ഒന്നുകൂടെ റൺ ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് 2 points 0 and 100. പക്ഷേ അതൊരു ലൈനല്ല, ഒരു പോയിൻ്റാണ്. ഇനി ഞാനിവിടെ എത്ര എഴുതിയാലും GL വെർട്ടെക്സ് 2F 200 300 എന്നൊരു പോയിൻ്റ് എഴുതിയാലും വീണ്ടും ക്ലോസ് ചെയ്യാണ്. നമുക്ക് 3 പോയിൻ്റ് ഇങ്ങനെ കിട്ടുന്നുള്ളൂ, നമുക്കൊരു ലൈൻ ആയിട്ടില്ല. സോ നമുക്കിത് ലൈനാക്കാൻ എന്ത് ചെയ്യണം? ലൈനാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇതൊന്ന് കമൻറ്റ് ചെയ്യാണ്. GL പോയിൻറ്റ്സ് മാറ്റിയിട്ട് നമുക്ക് GL ലൈൻസ് എന്ന് കൊടുക്കാം. GL ലൈൻസ്. എന്നിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കും. ചെറിയൊരു ലൈൻ വന്നതുണ്ടോ? നമുക്കിതിൻ്റെ സൈസ് ഒന്ന് മാറ്റണം. നമുക്കിത് അത്രത്തോളം വിസിബിൾ അല്ല. സോ നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റാം. നമ്മുടെ ഇവിടെ പോയിൻറ്റ് സൈസാണ് കൊടുത്തത്. നമ്മളിനി പോയിൻറ്റ് സൈസ് അല്ല, നമ്മുടെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ലൈനിൻ്റെ സൈസാണ് വേണ്ട അല്ലേ. ലൈൻ വിഡ്ത്ത്. ലൈൻ നമ്മുടെ സൈസ് അല്ലല്ലോ, വിഡ്ത്ത് അല്ലേ പറയാറ്. അപ്പോൾ ലൈൻ വിഡ്ത്ത് ഞാനിപ്പോൾ ഒരു 12 കൊടുക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ 12 വിഡ്ത്തുള്ള ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. 0 to 100. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ പോയിൻ്റ് കൂടെ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ പോയിൻ്റ് ഇവിടെ ഫ്ലൂട്ട് ചെയ്തിട്ടില്ല. കാര്യം എന്താ? നമുക്ക് ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു എൻ പോയിൻറ്റും ആൻഡ് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് എൻ പോയിൻറ്റ്. നമുക്ക് 2 കോർഡിനേറ്റ്സ് മതി, മൂന്നാമത്തെ ഒരു കോർഡിനേറ്റ്സ് വരില്ല അവിടെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അടുത്ത പ്ലോട്ട് ലൈൻ വയ്ക്കേണ്ടി വരും അല്ലേ, വേറൊരു ലൈന് വേണ്ടിയിട്ട് അടുത്ത പ്ലോട്ട് ലൈൻ. ഇങ്ങനെയാണ് ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. യൂസ് ഇറ്റ് വിത്ത് യൂസർ ഇൻപുട്ട്. യൂസർ ഇൻപുട്ട് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. ആൻഡ്
ഈ മൂന്നാമത്തെ കോർഡിനേഷനോടെ പ്ലോട്ട് ചെയ്യാൻ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നോടൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഒന്നുകൂടെ കോൾ ചെയ്താൽ മതി. 3 പോയിൻറ്റ്സ് 3 പ്ലോട്ട് ലൈൻ വിളിക്കുക, എന്നിട്ട് പോയിൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കാൻ നോക്കിയാലോ. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അല്ലേ? എങ്ങനെ നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കാൻ നോക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഇവിടെ ഞാൻ നമ്മുടെ ലൈൻ അവിടെ കിടക്കട്ടെ, വേറൊരു ഫംഗ്ഷൻ ഡഫ് ഡ്രോ റെക്റ്റ്. ഇതിനകത്ത് എനിക്ക് എക്സും വൈയും വേണം, അതോടൊപ്പം വിഡ്ത്തും ഹൈറ്റും ഓഫ് എ റെക്റ്റാങ്കിളും വേണം. ഇവിടെ നമ്മൾ GL ബിഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു 4 സൈഡുള്ളൊരു രൂപമല്ല വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ GL കോഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, GL കോഡ്സ് 4 സൈഡ് ആൻഡ് GLN. അപ്പോൾ നമുക്ക് 4 സൈഡ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പോയിൻറ്റ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്തെല്ലാം പിക്സൽസ്, നമ്മൾ പോയിൻറ്റും പിക്സലും എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഈ ഒരു നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ആ 4 കോർഡിനേറ്റ്സ്, ആ 4 പിക്സൽസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കോർഡിനേറ്റ്സ് എക്സ് ആൻഡ് വൈ അല്ലേ. ദെൻ അടുത്ത കോർഡിനേറ്റ്സ് എന്ത് വരും? GL വെർട്ടെക്സ് 2F എക്സ് വൈ പ്ലസ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് തുടങ്ങി ബോട്ടത്തിൽ നിന്ന് തുടങ്ങി അതിനുശേഷം നമുക്ക് മേലോട്ട് പോകണം. സോറി, നമ്മുടെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഒരു പോയിന്റ് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ആ സ്ക്രീൻ എടുക്കാം. നമ്മൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം, അതായത് സെയിം വൈ ആയിട്ടൊരു വിഡ്ത്ത് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ് പ്ലസ് വിഡ്ത്ത് ദെൻ വൈ. അപ്പോൾ നമ്മുടെ ആ ബേസ് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് മേളിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് പ്ലസ് വിഡ്ത്ത് ദെൻ വൈ പ്ലസ് ഹൈറ്റ്. നമ്മുടെ റൈറ്റ് സൈഡും നമ്മൾ വരച്ച് കഴിഞ്ഞു. ഓക്കെ, ബോട്ടമായി റൈറ്റായി. ഇനി നമുക്ക് എന്ത് വേണം? ടോപ്പ് വേണം. ടോപ്പിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് സെയിം എക്സ് ആണ് ആൻഡ് വൈ ഹൈറ്റ് ആണ് അല്ലേ. വൈയുടെ ഹൈറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. സോ GL വെർട്ടെക്സ് 2F എക്സ് വൈ പ്ലസ് ഹൈറ്റ്. അപ്പോൾ നമ്മുടെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കോഴ്സ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആയിക്കോളും. നമ്മൾ അതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് വിളിച്ച് നോക്കാം. ഓക്കെ, സോ GL നമ്മളെന്താ ഡ്രോ റെക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വിളിച്ചത്. ഡ്രോ റെക്റ്റ് 10 നമുക്ക് 10 ആൻഡ് 200 വിഡ്ത്തും 100 ഹൈറ്റും ഉള്ള ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, യു ക്യാൻ സി ഒരു വൈറ്റ് റെക്റ്റാങ്കിൾ നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ഡ്രോ എ ലൈൻ ഓർ റെക്റ്റാങ്കിൾ ഇൻ OpenGL യൂസിങ് ലൈബ്രറി ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ ഈ റെക്റ്റാങ്കിളും അല്ലെങ്കിൽ ഇനി നമുക്കിവിടെ ലൈൻസ് അല്ലാതെ പോളിനോമിയൽസ് യൂസ് ചെയ്യാം. GL ഓക്കെ നോട്ട് ഹിയർ, നമ്മുടെ പ്ലോട്ട് ലൈൻ അല്ല. GL പോളിഗൺ സോറി GL പോളിഗൺ വാട്ട് ഹാപ്പൻ? നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ കിട്ടും. ഒരു ഇതല്ലേ, പോയിന്റ് അല്ലേ. ഞാനിവിടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാണ്. GL വെർട്ടെക്സ് 2F എക്സ് പ്ലസ് വിഡ്ത്ത് പ്ലസ് ഒരു 50 കൂടെ ആഡ് ചെയ്യണം ആൻഡ് സെയിം വൈയും വെക്കുക. ഓക്കെ, വാട്ട് ഹാപ്പൻ? എന്ത് മാറ്റം വരും? ഓക്കെ, യു ക്യാൻ സി 5 പോയിൻ്റ് ഉള്ളൊരു റെക്റ്റാങ്കിൾ നമുക്ക് ഒരു രൂപ നമുക്ക് കിട്ടി.
ബിക്കോസ് ഇതൊരു പോളിഗണ്ണാണ്. പോളിഗണ്ണാകുമ്പോൾ നമുക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും വെക്കാം അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ജി എൽ പോയിൻറ്റ്സ് കഴിഞ്ഞു, ജി എൽ ലൈൻസ് കഴിഞ്ഞു, ജി എൽ കോഡ്സ് നോക്കി, ജി എൽ പോളിഗൺസ് നോക്കി. ഇതെല്ലാം ലൈബ്രറി ഫങ്ഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജി എൽ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കാം അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം. അതിനാണ് നമുക്ക് 2 അൽഗോരിതം ഉള്ളത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ DD അൽഗോരിതത്തെ കുറിച്ച് പറയും. ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ എന്ന് പറയുന്ന അൽഗോരിതം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ബ്രസൻഹാം എന്ന് പറയുന്ന അൽഗോരിതം നോക്കും ലൈൻ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ സർക്കിൾ നോക്കും. ഓക്കെ, ലൈക്ക് ദാറ്റ്. നമ്മളിതെല്ലാം പൈത്തൺ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കളർ മാറ്റിയും യൂസറിന് ഇൻപുട്ട് എടുത്തൊന്ന് ചെയ്ത് നോക്കുക. That's it for today's video. We will see you in the next video. Till then, bye.